Hello everyone, welcome back to yet another video of Nutshell Lines. Today I would like to deal with the transition words, that is the grammar portion which is included in FYUGP, that is honors degree. So once again, welcome to the video. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിഷൻ വേർഡ്സ് ആണ്. ട്രാൻസിഷൻ വേർഡ്സ് നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾസും കാര്യത്തിലേക്കും പോകുന്നതിന് മുമ്പ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ സം ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ട്രാൻസിഷൻ വേർഡ്സ് വിച്ച് മീൻസ് വാട്ട് ഈസ് ട്രാൻസിഷൻ വേർഡ്സ്. ഓക്കെ, ട്രാൻസിഷൻ വേർഡ്സ് ക്യാൻ ബി യൂസ് ടു ഓർഗനൈസ് വേർഡ്സ്, പാരഗ്രാഫ്സ് ആൻഡ് എസ്സേസ്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻഡിക്കേറ്റ് ടൈം, സീക്വൻസ് ആൻഡ് എ കമ്പാരിസൺ. ട്രാൻസിഷൻ വേർഡ്സ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് വേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ പാരഗ്രാഫ്സും എസ്സേസും നമുക്ക് എന്താ പറയുക ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിഷൻ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചില വേർഡ്സ് യൂസ് ചെയ്യുമ്പം ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് ടു ഇൻഡിക്കേറ്റ് ടൈം, സീക്വൻസ്, കമ്പാരിസൺ, അതായത് സമയവും ഡയറക്ഷനും ലൊക്കേഷനും അതുപോലെ തന്നെ സീക്വൻസ് കമ്പയർ ചെയ്യാൻ, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ട്രാൻസിഷൻ വേർഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഷോക്കേസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരഗ്രാഫ്സ്. ഓരോ പാരഗ്രാഫും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ ട്രാൻസിഷൻ വേർഡ്സിൻ്റെ ഹെൽപ്പ് കൊണ്ടിട്ടാണ്. സോ ഇറ്റ് ഹെൽപ്സ് ടു കണക്ട് സെൻറ്റൻസസ് ആൻഡ് മേക്ക് ഇറ്റ് മീനിങ് ഫുൾ. ഒരു സെൻറ്റൻസ് മീനിങ് ഫുൾ ആകണമെങ്കിൽ ട്രാൻസിഷൻ വേർഡ്സ് വിച്ച് ഈസ് റിക്വയർഡ്, അത് എന്താ പറയുക നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്, ദറ്റ് ഈസ് എസെൻഷ്യൽ. സോ ട്രാൻസിഷൻ വേർഡ്സ് ഒമിറ്റ് ചെയ്യാതെ നമുക്ക് സെൻറ്റൻസസോ പാരഗ്രാഫ്സോ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് ട്രാൻസിഷൻ വേർഡ്സ്. സോ ഐ എം മൂവിങ് ടു ദി usage, that is transition words. It indicate time and sequence. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈമും സീക്വൻസും കാണിക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ട്രാൻസിഷൻ വേർഡ്സ്. സോ അത്തരത്തിലുള്ള ട്രാൻസിഷൻ വേർഡ്സിന് എക്സാമ്പിളാണ് അവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഫോർത്ത്, നെക്സ്റ്റ്, ദെൻ, ഫോളോയിങ് ദിസ്, അറ്റ് ദിസ് ടൈം, നൗ, അറ്റ് ദിസ് പോയിൻറ്റ്, ആഫ്റ്റർ, ആഫ്റ്റർവേർഡ്, finally, consequently, subsequently, previously, before this, simultaneously, concurrently, thus, therefore, hence, next and then, soon. അപ്പം ഇതെല്ലാം ടൈമിനെ കാണിക്കാനായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സീക്വൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് യൂസേജ്. Now I am moving to the second point. Transition words which actually helps to add information. ഒരു ഇൻഫോർമേഷൻ നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി ഒരു ഇൻഫോർമേഷൻ കൂടുതൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ട്രാൻസിഷൻ വേർഡ്സ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ആൻഡ്, ഓൾസോ, ഇൻ അഡീഷൻ, ഫർദർമോർ, മോറോവർ, ബിസൈഡ്സ്, ഫൈനലി, ഈക്വലി ഇമ്പോർട്ടൻറ്റ്, ലാസ്റ്റ്ലി, ഫർദർ, നെക്സ്റ്റ്, വാട്ട്സ് മോർ. സോ ഇൻഫോർമേഷൻ കൂടുതൽ നമുക്ക് ഒരു സെൻറ്റൻസിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമുക്ക് ഇത്തരത്തിലുള്ള ട്രാൻസിഷൻ വേർഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ദ തേർഡ് പോയിൻറ്റ് ഈസ് ഇൻ ഓർഡർ ടു കമ്പയർ. നമ്മൾ ഒരു സാധനം കമ്പയർ ചെയ്യാൻ വേണ്ടി, ടു ഷോ കമ്പാരിസൺ, അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സിമിലർലി, ലൈക്ക് വൈസ്, ഇൻ ദ സെയിം വേ, കമ്പയർഡ് ടു, ഇൻ കമ്പാരിസൺ. ദെൻ ഫോർത്ത് വൺ, ടു ഇൻഡിക്കേറ്റ് ലൊക്കേഷൻ ആൻഡ് ഡയറക്ഷൻ. ഞാൻ ഫസ്റ്റ് പറഞ്ഞു ടൈം ആൻഡ് സീക്വൻസ്, അതുപോലെ തന്നെയാണ് ലൊക്കേഷനും ഡയറക്ഷനും കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ദിസ് പർട്ടിക്കുലർ ട്രാൻസിഷൻ വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, ബിലോ, എബവ്, ബിയോണ്ട്, നിയർ, അഡ്ജസൻറ്റ്, ഓപ്പോസിറ്റ്, ദെയർ, ഹിയർ, ഇൻ ഫ്രണ്ട്, ഇൻ ബാക്ക്, നിയർ ബൈ, വേറെവർ, അറൗണ്ട്, ബിറ്റ്വീൻ, ബിസൈഡ്. നെക്സ്റ്റ് മൂവിങ് ടു ഫിഫ്ത്ത് പോയിൻറ്റ്, ഇൻ ഓർഡർ ടു ഷോ കോൺട്രാസ്റ്റ്. നമുക്ക് എന്താ പറയുക ഒരു കോൺട്രാസ്റ്റ് നമുക്ക് എന്താ പറയുക കാണിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഹവർ, ഓൺ ദി അതർ ഹാൻഡ്, ഇൻ കോൺട്രാസ്റ്റ്, നെവർദലെസ്, നൺദലെസ്, ഈവൻ സോ, ദോ, വെറാസ്, ഡെസ്പൈറ്റ്, ഇൻസ്റ്റഡ്, കോൺവേഴ്സ്ലി. അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ഡിഫറൻസ്, ഒരു കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസിഷൻ വേർഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ദ സിക്സ്ത് വൺ ഈസ് ടു ഇൻഡിക്കേറ്റ് കോസ് ആൻഡ് എഫക്റ്റ്. നമുക്ക് ഇപ്പം കാരണം കാണിക്കണം, ഒരു റീസൺ കാണിക്കണം, അതിൻ്റെ ഇഫക്റ്റ് കാണിക്കണം എന്നൊക്കെയാണെങ്കിൽ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് ട്രാൻസിഷൻ വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, ദെർഫോർ, thus, as a result, hence, for this reason, so, because, etc.
Then the seventh point, to give examples. നമുക്ക് ഉദാഹരണങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വാക്കുകൾ, ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ്, ടു ഇല്ലുസ്ട്രേറ്റ്, സ്പെസിഫിക്കലി, ഇൻ പെർട്ടിക്കുലർ, നെയിംലി, സച്ചസ് ഉണ്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു എക്സാമ്പിൾസ് കാണിക്കാൻ വേണ്ടി നമ്മൾക്ക് ഉപയോഗിക്കുന്ന ട്രാൻസിഷൻ വേർഡ്സാണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്തത്. Then the last point is to summarize or conclude. ഒരു പാരഗ്രാഫ് സമ്മറൈസ് ചെയ്യുമ്പോൾ, അവസാനിപ്പിക്കേണ്ട സമയത്ത്, അല്ലെങ്കിൽ ഒരു ടുവേർഡ്സ് ദി കൺക്ലൂഷൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസിഷൻ വേർഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ടു കൺക്ലൂഡ്, ഇൻ കൺക്ലൂഷൻ, ഇൻ ബ്രീഫ്, ഓൺ ദി ഹോൾ, ആസ് ഐ ഹാവ് ഷോൺ, ഫൈനലി, സമ്മിങ് അപ്പ്, ആസ് ഐ ഹാവ് സെഡ്. സോ ദർ ആർ 8 പോയിൻറ്റ്സ്. ഞാൻ 8 പോയിൻറ്റ്സോളം പറഞ്ഞു. അപ്പം ട്രാൻസിഷൻ വേർഡ്സ് നമുക്ക് ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. വിത്തൗട്ട് ട്രാൻസിഷൻ വേർഡ്സ് വി കനോട്ട് മേക്ക് എ പാരഗ്രാഫ് ഓർ നമുക്കതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടില്ല, സെൻറ്റൻസിനാണെങ്കിലും പാരഗ്രാഫ്സിനാണെങ്കിലും. സോ ദാറ്റ് ഈസ് the way how we make meaningful sentences. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസേജസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ എക്സാമ്പിൾസ്, സെൻറ്റൻസ് ആയിട്ട് നമ്മൾ എക്സാമ്പിൾസ് കൊടുക്കാമായിരുന്നു, പക്ഷേ ഞാനിവിടെ കൊടുക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇത്രയും ട്രാൻസിഷൻ വേർഡ്സിൻ്റെ എക്സാമ്പിൾസ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്, ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന വേർഡ്സൊക്കെ തന്നെയാണ്. അപ്പം എല്ലാത്തിനും നമ്മൾ എക്സാമ്പിൾസ് കൊടുക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സംതിങ് വെരി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾസായിട്ട് സെൻറ്റൻസസോ ഫ്രേസസോ ഒന്നും ആഡ് ചെയ്യാത്തത്. ഐ ജസ്റ്റ് മെൻഷൻ വാട്ട് ഈസ് ട്രാൻസിഷൻ വേർഡ്സ് ആൻഡ് the situations in which we can use these transition words and how we can make sentences more meaningful. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. So that is the end of the video. Thank you for watching. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.